ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് മക്കളുടെ ഷെൽഫ് ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. കുറച്ച് പഴയ അവരുടെ ഹെയർ ബോയ് ആണ് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് റിബണും ത്രെഡും കുറച്ച് പ്ലെയിൻ നെറ്റ് ഉണ്ടായിരുന്നു, അതും കുറച്ച് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്തു, അതിന് ആ ബോയിലുണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്, ഇളക്കി ഒന്ന് നീറ്റാക്കി എടുത്തു. പിന്നെ മറ്റേ ബോയിൽ ഒരു ട്യൂബാണ് ഉണ്ടായിരുന്നത്, ആ ട്യൂബ് ഇളക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു പ്ലെയിൻ നെറ്റ് എടുത്തിട്ട് അതിലിങ്ങനെ സൂചിയിൽ നൂല് കോർത്തിട്ട് സെയിം കളർ ത്രെഡ് കോർത്തിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. എന്നിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ കോർത്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവർ പോലെ കിട്ടും. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ, സിമ്പിളായിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ പിരുത്തെടുക്കുക. നമ്മൾ ഓരോ രണ്ട് സൈഡും രണ്ട് തുണിയും പിടിച്ച് പിരുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു ഫ്ലവറായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ നല്ല രീതിയിൽ ഒരു ഫ്ലവറായിട്ട് കിട്ടും. എന്നിട്ട് കുറച്ച് സ്റ്റോൺസും ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ വെച്ചിട്ട് കുറച്ച് സ്റ്റോൺസ് അവിടെയായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ആ കമ്പിയിൽ പുതിയ ഒരു റിബൺ എടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ ഫ്ലവറിനെ, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഫ്ലവറിനെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെയായിട്ട് കുറച്ച് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല ഭംഗി, ഒരുവിധം മോശമല്ലാത്ത രീതിയിലുള്ളൊരു ബോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഉണ്ടായിരുന്ന ആ ബോയിലേക്ക് മക്കളുടെ പൊട്ടിയ പഴയ മാലകളുടെ മുത്തൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ബീഡ്സൊക്കെ അതിൽ ഇട്ടിട്ടാണ് കേട്ടോ ആ ഒരു ബോ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ രണ്ട് ബോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.